നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രമോദ്, ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ വടകര ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ മുജീബ് റഹ്മാൻ, CDH കൺവീനറാണ്. ഞങ്ങളിന്ന് ഇവിടെ ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് മെയ് 31 ഞായറാഴ്ച ലോക പുകയില വിരുദ്ധ ദിനമാണ്. അപ്പോൾ അതിന് ഒരു സന്ദേശം, പുകയില വിരുദ്ധ ദിനത്തിന് ജനങ്ങൾക്കൊരു സന്ദേശം നൽകാൻ വേണ്ടി ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ വടകര ബ്രാഞ്ച് ഒരു വാക്കത്തോൺ, നാദാപുരം കല്ലാച്ചിയിൽ നിന്ന് നാദാപുരത്തേക്ക് ഒരു വാക്കത്തോണും, നാദാപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെറിയൊരു പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ MLA ഈ അഭിജിത്ത് സാറാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് പല കാര്യങ്ങളും, പല പ്രോഗ്രാമുകളും പ്ലാൻ ചെയ്യാറുണ്ട്. അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മാസത്തെ ഞങ്ങളുടെ പ്രോഗ്രാമാണ് ലോക പുകയില വിരുദ്ധ ദിനം. നമുക്കറിയാം, വർദ്ധിച്ചു വരുന്ന ഈ ലഹരി ഇപ്പോൾ വേറെ രീതിയിലുള്ള ലഹരിയാണെങ്കിലും പുകയില നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരം വടകര ബ്രാഞ്ച് CDH വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വാക്കത്തോണ്, അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് അതിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സന്ദേശം എത്തിക്കാനും ഒരു പാംഫ്ലെറ്റ് വിതരണം, ലഘുലേഖ ഞങ്ങൾ അവിടെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാവർക്കും അവിടെ ഒരു 500ഓളം ആൾക്കാരിലേക്കും കടകളിലേക്കും കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഇപ്പം ബസ് സ്റ്റാൻഡ് പരിസരമൊക്കെ ആകുമ്പോൾ പൊതുജനങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇതിനെതിരെ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ, ഒരു ഒപ്പ് ശേഖരണം അവിടെ ഒരു ബോർഡിൽ വെച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളെ ഗസ്റ്റായിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആണ്, അഭിജിത്ത് സാറാണ്. എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പുകയില വിരുദ്ധ ദിനത്തിൽ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഇന്നത്തെ നമ്മുടെ നയപ്രഖ്യാപനത്തിൽ ലഹരിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനം എന്തായാലും നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ, ഈ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ വടകര ബ്രാഞ്ച് തയ്യാറായി വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത്.